വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലെ ബ്ലോക്ക് 1 4ാമത്തെ യൂണിറ്റിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഒന്നാമത്തത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA, അതേപോലെ കാരി റോബറി, കക്കോടി മോഷണവും. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സായുധ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച് ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ റാം പ്രസാദ് ബിസ്മിൽ, ജോഗേഷ് ചറ്റർജി തുടങ്ങിയവർ 1924 രൂപീകരിച്ച സംഘടനയാണ് HRA, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HRAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിരുന്നു 1925 കക്കോടി ഗൂഢാലോചന. ലക്നൌവിന് സമീപമുള്ള കക്കോടിയിൽ വെച്ച് ട്രെയിൻ തടഞ്ഞു നിർത്തി അവർ റെയിൽവേയുടെ പണം കൊള്ളയടിച്ചു. റാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുള്ള ഖാൻ തുടങ്ങിയ നേതാക്കളെ തൂക്കിലേറ്റിക്കൊണ്ടാണ് സർക്കാർ ഇതിനോട് പ്രതികരിച്ചത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA. കക്കോടി സംഭവത്തിന് ശേഷം 1928 സെപ്റ്റംബറിൽ ഭഗത് സിംഗ്, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ യുവാക്കൾ ഡൽഹിയിൽ വെച്ച് HRAയെ പുനഃസംഘടിപ്പിച്ച് HSRA രൂപീകരിച്ചു. സർവത്രിക വോട്ടവകാശമുള്ള ഒരു സോഷ്യലിസ്റ്റ് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ പേരിൽ സോഷ്യലിസ്റ്റ് എന്ന് ചേർത്തത്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ പോലീസ് മർദ്ദനമേറ്റ് മരിച്ച ലാലാ ലജ്പത് റായിയെ മരണത്തിന് പകരം ചോദിക്കാൻ 1928 ഡിസംബറിൽ ഭഗത് സിംഗും കൂട്ടരും ലാഹോറിൽ വെച്ച് ജോൺ പി സോണ്ടേഴ്സ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചു. അടുത്ത സെൻട്രൽ അസംബ്ലി ബോംബ് കേസ്. ഇന്ത്യക്കാരുടെ പൗരാവകാശങ്ങൾ വെട്ടിമുറിക്കുന്ന പബ്ലിക് സോഫ്റ്റ് ബിൽ, ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ബിൽ എന്നിവയ്ക്കെതിരെ HSRA നടത്തിയ പ്രതിഷേധമാണിത്. 1929 ഏപ്രിൽ 8 ഭഗത് സിംഗും BK ദത്തും ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലി ഹാളിൽ വലിയ അപകടമില്ലാത്ത ബോംബുകൾ എറിഞ്ഞു. ആരെയും കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നില്ല, മറിച്ച് വിതരതരെ കേൾപ്പിക്കാൻ വലിയ ശബ്ദം ആവശ്യമാണ് എന്നെഴുതിയ ലഘുലേഖകൾ അവർ അവിടെ വിതറി. തൊഴിലാളികളെ ഉണർത്താൻ വേണ്ടി അവർ ബോധപൂർവം അറസ്റ്റ് വരിക്കുകയായിരുന്നു. അടുത്തത് ചിറ്റാഗോങ് ആർമറി റെയ്ഡ്, ചിറ്റാഗോങ് ആയുധപ്പുര ആക്രമണം. ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കുകയും ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് സായുധ സേനയെ വെല്ലുവിളിക്കാൻ 1934 ബംഗാൾ സൂര്യ സെന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവ പോരാട്ടം. 1930 ഏപ്രിൽ 18 ചിറ്റാഗോങ്ങിലെ പ്രധാനപ്പെട്ട 2 ആയുധപ്പുരകൾ വിപ്ലവകാരികൾ പിടിച്ചെടുക്കുകയും ടെലിഗ്രാഫ് ലൈനുകൾ വിച്ഛേദിക്കുകയും ചെയ്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എന്ന പേരിലായിരുന്നു ആക്രമണം. പിന്നീട് 1934 സൂര്യ സെന്നിനെ സർക്കാർ പിടികൂടി വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അടുത്തത് ഭഗത് സിംഗ് ഐഡിയോളജി, ഭഗത് സിംഗിൻ്റെ ആശയങ്ങൾ. യുവാക്കൾക്കിടയിൽ സോഷ്യലിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച വിപ്ലവകാരിയായിരുന്നു ഭഗത് സിംഗ്. വെറും വ്യക്തിപരമായ ധീരത മാത്രമല്ല, ഗ്രാമങ്ങളെയും ഫാക്ടറികളെയും ഉൾപ്പെടുത്തിയുള്ള ജനകീയ പോരാട്ടമാണ് യഥാർത്ഥ വിപ്ലവത്തിന് ആവശ്യമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കൊളോണിയലിസത്തെ പോലെ തന്നെ വലിയൊരു ശത്രുവാണ് വർഗീയത, അദ്ദേഹം പറഞ്ഞു. മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിൽ നിന്ന് മോചിതമായ രാഷ്ട്രീയ ബോധം വളർത്താൻ 1926 അദ്ദേഹം പഞ്ചാബ് നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. അടുത്തത് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനത്തിലെ സ്ത്രീ പങ്കാളിത്തം.
സ്വാതന്ത്ര്യസമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിച്ചു. യാഥാസ്ഥിതിക ചുറ്റുപാടുകളെ മറികടന്ന് അവർ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിലും നിയമലംഘന സമരങ്ങളിലും ഒളിവിലെ പ്രവർത്തനങ്ങളിലും സായുധ വിപ്ലവങ്ങളിൽ വരെയും പങ്കെടുത്തു. കേരളത്തിൽ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയ A.V. കുട്ടിമാളു അമ്മ തൻ്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞിനൊപ്പമാണ് അറസ്റ്റ് വരിച്ചത്. ബംഗാളിൽ പ്രീതിലത, വാദ്യദാർ, കൽപ്പന ദത്ത് തുടങ്ങിയ യുവതികൾ സൂര്യ സെന്നിനോടൊപ്പം ആയുധമേന്തി പോരാടി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിൽ ഒളിവിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രീഡം റേഡിയോ നടത്തിയത് ഉഷ മേത്തയായിരുന്നു.